നമസ്കാരം, സെല്ലുലോയിഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സംഗീതം നെഞ്ചിലേറ്റ് നടക്കുന്നവരാണ് എല്ലാ മലയാളികളും. സംഗീതത്തിൻ്റെ മുഴുവൻ സ്ട്രക്ചറും പൊളിച്ച് പുതിയൊരു അനുഭവം നമുക്ക് തന്ന രണ്ടുപേരാണ് ഇന്നത്തെ സെല്ലുലോയിഡിൽ. ലെറ്റ്സ് വെൽക്കം തിരുമാലി ആൻഡ് ജെ സ്റ്റലാർ ഓൺ സെല്ലുലോയിഡ്. തിരുമാലി, ജെ, വെൽക്കം ടു സെല്ലുലോയിഡ്. ഹായ്. നിങ്ങളിങ്ങനെ മലയാളികളുടെ ഇമോഷനെ ഇങ്ങനെയിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നാടൻ വൈബും പിന്നെ അവസ്ഥയും ഉഴപ്പനാന്തം, പച്ച പരിഷ്കാരി കഴിഞ്ഞിട്ടിപ്പോൾ ദേ അടുത്ത നിങ്ങളുടെ സാധനം നോൺസെൻസ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് മലയാളികളുടെ ഇപ്പോഴത്തെ ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരു ഇഷ്ടമല്ലാത്തൊരു വൈബ്. എന്നാൽ മലയാളി അതിനോട് ഇങ്ങനെ ഇതായിക്കൊണ്ട് വീണ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് നിങ്ങൾ ഭയങ്കര രസമായിട്ട് ഫണ്ണായിട്ട് ഭയങ്കര ഹുക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. എങ്ങനെ, ഹൗ ഇസ് ദിസ് ഹാപ്പനിങ്? ഈ പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങളിത് കൊണ്ടുപോകുന്നത്? ബേസിക്കലി ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യും. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എന്തെങ്കിലും അനുഭവത്തിൽ നിന്നായിരിക്കും, ഒരു എക്സ്പീരിയൻസ് നിന്നായിരിക്കും. അല്ലെങ്കിൽ ഈ നോൺസെൻസർ എന്ന് പറഞ്ഞ പാട്ട് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം നടന്നൊരു ഇൻസിഡന്റ് ഉണ്ട്. ഒരു ഇത് ഡ്രഗ്സ് അടിച്ചിട്ട് വീട്ടുകാരെല്ലാം വെട്ടിക്കൊന്നൊരു സാഹചര്യം ഉണ്ട്. ആ ന്യൂസിൽ കണ്ടപ്പോഴാണ് എനിക്ക് ഈ പാട്ട് എഴുതാൻ തോന്നിയത്. ലാസ്റ്റ് ഇയറിലെ ആ ഒരു ഇൻസിഡന്റ് ആണ് നമ്മളെ ഇത് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ആകുന്നത്. പിന്നെ നമ്മളത് ഉപദേശത്തിലുപരി പുതിയ പിള്ളേർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്യാച്ചി ആയിട്ട് കുറച്ചും കൂടി ഉപദേശിക്കുക എന്നതിലുപരി കുറച്ചും കൂടി സംസാരിച്ചവരോട് എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത. അതായിരുന്നു എന്റെ ചിന്ത. കാരണം മലയാളികൾക്ക് ഉപദേശം ഇഷ്ടമല്ല അവർക്ക് വേണ്ട രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അത്ര തന്നെ ആ ഒരു മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പഴയ പാട്ടുകൾ എടുത്തിട്ട് ചെയ്യുന്ന ലൈക്ക് ഇൻസ്പയർ ചെയ്തോ, അതിനൊരു പേര് പറയല്ലോ, സാമ്പിളിംഗ്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള, ഈ പാട്ട് ഉപയോഗിക്കണം അങ്ങനെയൊക്കെ നേരത്തെ നിങ്ങൾ ചിന്തിച്ചിരുന്നോ? നോൺസെൻസിലേക്ക് കിളിയെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? അപ്പൊ അതെങ്ങനെയാ? അപ്പൊ 1 year മുമ്പേ തോട്ട് ഉണ്ടായിരുന്നോ ഈ പാട്ട്? പച്ചപരിഷ്കാരിൽ നമ്മള് ഉല്ലാസപൂത്തിലാണ് അപ്പൊ അതിന്റെ കൂടെ ഒരു പാട്ടും കൂടെ ചെയ്യണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പരിഷ്കാരം ചെയ്ത സമയത്തെ ഞങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരുന്നു, കിളിയെ വെച്ച് തന്നെ പോകണം, ഇങ്ങനത്തെ ഒരു തീം പിടിക്കണമെന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ആ തീമിനെ കുറച്ച് മെറ്റഫറായിട്ട് യൂസ് ചെയ്തു. ബേസിക്കലി ആ കിളിയെ എന്നുള്ളതിന് ആ കിളീനെ നമ്മളൊരു മെറ്റഫറായിട്ട് ഉപയോഗിച്ചേക്കുവാണ്. ലഹരി ഉപയോഗിച്ച് കിളി പോയ ആ കിളീനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നന്നാക്കാൻ ശ്രമിക്കുന്നത്. അതൊക്കെ അങ്ങനെ ഒരു മെറ്റഫറാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചത്, അങ്ങനെ ഒരു മീനിങ്ങില്ല. അപ്പൊ അന്നേ ചെയ്തതാണ്, പക്ഷേ ഇത് ഇറങ്ങിയത് ഇപ്പോഴാണ്. അതാണ് തന്നെ മലയാളികൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. 5 ദിവസത്തിനുള്ളിൽ ഇറ്റ്സ് ഗോയിങ് വ്യൂസ് ഭയങ്കരമായിട്ട്. ഹൗ ഡു യു ഫീൽ? എന്തോരം ഗൈസ് ആർ ഹാപ്പി? പിന്നെ മലയാളികൾ ഒരുപാട് അങ്ങനെ റാപ്പ് ആസ്വദിക്കുന്ന ഒരു കൾച്ചറൊന്നും ഇല്ല. ഈവൻ വെസ്റ്റേൺ പാട്ടുകൾ പോലും ഹിപ്പ് ഹോപ്പ് ആസ്വദിച്ചാലും റാപ്പുകൾ അങ്ങനെ ആസ്വദിക്കുന്ന ഒരു അത്രയും വൈഡായിട്ടൊരു പോപ്പുലേഷൻ ഒന്നും ഇല്ല. കുറച്ച് യങ്ങർ ജനറേഷൻ മേ ബി ആസ്വദിച്ചിട്ടുണ്ടാവാം. ആ സമയത്താണ് നിങ്ങൾ മലയാളത്തിൽ ഈ സാധനം ഇറക്കിയ പയനിയേഴ്സിൽ ഒരാളാണ് നിങ്ങൾ. ഓക്കെ, ഇതിന്റെ ഒരു റിസ്കിനെ പറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ട്രഗിൾസിനെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ യോഗ്യരാണ് നിങ്ങൾ. ലെറ്റ്സ് ഇൻസ്പയർ ദം, ഈ ആൾക്കാരെ. ടെൽ മീ, എന്തായിരുന്നു നിങ്ങൾ എന്തോരം ചാലഞ്ചസ് ഇതിൽ അനുഭവിച്ചു? എത്രത്തോളം നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് തോന്നി നിങ്ങൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇത് നിങ്ങളൊരു കരിയർ ഓപ്ഷൻ ആക്കിയപ്പോൾ? അല്ല, കരിയർ ഓപ്ഷൻ ആയിട്ട് നമ്മൾ തുടക്കത്തിലേ കരുതിയിട്ടില്ല. നമ്മളൊരു പാഷനായിട്ട് മാത്രം എടുത്തു. നമുക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി ചെയ്യുക. പിന്നെ നമ്മൾ തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഇതൊരു കരിയർ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് ഒരു സാധ്യത ഇല്ലാത്തൊരു ഒരു സമയത്തു നിന്നാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത്. പിന്നെ ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്കിനും ചില പാട്ടുകൾക്ക് സോഷ്യൽ മീഡിയയിൽ അറ്റൻഷൻ കിട്ടാൻ തുടങ്ങി. മലയാളിയുടെ പോലത്തെ പാട്ടൊക്കെ വൈറലാകാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കോൺഫിഡൻസ് വന്നത്. ഓക്കെ, ഇതിലൊരു കരിയർ ഓപ്ഷൻ ഉണ്ട്, ഒരു സാധ്യത ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ആ ഒരു 5-6 വർഷം മുമ്പാണ്. മലയാളി ഡായിലാണ് ആദ്യം ചിന്തിക്കുന്നത്. അതെ, മലയാളി ഡായ്ക്ക് ശേഷമാണ് ചിന്തിക്കുന്നത്. അതുവരെ നമ്മൾ ഇതിനെപ്പറ്റി കരിയർ ആയിട്ട് ചിന്തിക്കുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി ചെയ്യുന്നു, അത്ര തന്നെ. 2017, 16, 18 സമയമാണ്. അന്ന് നമുക്ക് വളരെ യങ്ങും കൂടെ ആയിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പൊ നമുക്ക് ഇത് ഇത്ര റിസ്ക് ആണെന്ന് അറിയില്ല. അതാണ് ഫസ്റ്റ് കാര്യം. ഇപ്പോഴിങ്ങനെ ഞങ്ങൾ ഇപ്പോഴത്തെ ഏജിലല്ലേ, ഇപ്പോഴാണെങ്കിൽ മാറി ചിന്തിച്ചേരെ. ഏതെങ്കിലും അന്ന് നമുക്ക് ഇത് ഇത്ര റിസ്ക് ആണെന്ന് അറിയില്ല. വീട്ടുകാർക്ക് അറിയായിരുന്നു കേട്ടോ, അവര് പറയും വേറെ പരിപാടിക്കൊക്കെ പൊക്കിവിടെ. എനിക്ക് റിസ്ക് ഫാക്ടർ കുറഞ്ഞിരുന്നത് കൊണ്ടാണ്, മൈൻഡിൽ അത്രയും വരാതിരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ് ടൈമിൽ ചിന്തിച്ചു തുടങ്ങി, റൈറ്റ് ടൈമിൽ ഡിസിഷൻസ് എടുത്തു, ആ ട്രാക്കിലോട്ട് വന്ന് വീണു, ആ കറക്റ്റ് വന്ന് വീണതാണ്. നമ്മളല്ലാതെ ഇതെല്ലാം നമ്മൾ കരുതിക്കുട്ടി ചെയ്തല്ല. വെരി ബോൾഡ്. കാരണം ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾ, ഇന്ന് പുതിയ ആർട്ടിസ്റ്റുകൾക്ക് ദേ ക്യാൻ ആക്ച്വലി തിങ്ക് അബൌട്ട് ഇറ്റ് ആസ് എ കരിയർ ഓപ്ഷൻ. അത് നിങ്ങൾ ചെയ്തൊരു വലിയ കാര്യമായിട്ടാണ് പറയേണ്ട കാര്യമാണ്. ഇപ്പൊ എന്തായാലും പുതിയ പാട്ടിങ്ങനെ കയറി കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. പഴയതിലേക്ക് പോവാം നമുക്ക്. എന്തെങ്കിലും ഒരു പഴയ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു സാധനം നമുക്ക് മലയാളിയുടെ തന്നെ തുടങ്ങാം. ഓക്കെ, ചെണ്ടമേളം തപ്പ് കുഴൽ വിളി നാദം തക 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 തരികിട മേളം തകിൽ നാദസ്വരം പുലികളിയാട്ടം ഇത് എന്റെ നാട് ഭൂമി മലയാളം മാമല നാട് മലയാള നാട് മാവലി വാണൊരു നാട്
മുണ്ടുമടക്കി മീശ പിരിച്ച് ചങ്കു പിരിച്ചൊരു പോക്ക് കാടിളക്കി വരുന്ന മതയാന വാൾപ്പയറ്റിലോ ഞങ്ങൾക്കുണ്ട് ഉണ്ണിയാർച്ച ഭീഷണി വേണ്ട അത് മുതലാകൂല ഏഷണി കൂടാൻ നോക്കണ്ട വേഗൂല നരകത്തിലൊരു തരി വെളിച്ചം പതനത്തിലും തല ഉയർത്തിയ ചരിത്രം ഇവിടാരാന്റെ തന്തയ്ക്ക് ഭ്രാന്തെന്ന് കേട്ടാൽ ഞങ്ങൾ വാളെടുക്കില്ല ചുമ്മാ വീമ്പളക്കില്ല മോനെ. ഞാനിതിന്റെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് ഒന്ന് ചോദിക്കുകയാണ്. അതായത് വെസ്റ്റേണിന് മാത്രം സ്വന്തമുള്ള ഒരു കൾച്ചർ, ഓക്കെ, അത് മലയാളത്തിലേക്ക് അഡോപ്റ്റ് ചെയ്തു. മലയാളത്തില് ഭാഷ എന്നിട്ട് മലയാള ഭാഷയെ നശിപ്പിക്കാതെ മലയാളത്തിന്റെ കൾച്ചറും കൂടി ഇങ്ങനെ കൊടുക്കുവാണ് നമുക്ക് കേൾക്കുന്ന സമയത്ത് ഒരു ഇത് തോന്നുന്ന രീതിയിൽ. അതെങ്ങനെയാണ് ആ ബ്ലെൻഡ് നിങ്ങൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നത്? അത് ഞാൻ ജനിച്ചു വളർന്നൊക്കെ ഇവിടെ തന്നെയാണ്. എൻ്റെ ഭൂരിഭാഗം ജീവിതം ജീവിച്ച കേരളത്തിൽ തന്നെയാണ്, വേറെ എങ്ങും പോയിട്ടൊന്നുമില്ല. പഠിച്ചതും എല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ പക്ഷേ ചെറുപ്പം തൊട്ടേ ഞാൻ വെസ്റ്റേൺ മീഡിയയാണ് ഫോളോ ചെയ്യുന്നത്. ഹോളിവുഡ് സിനിമകൾ, വെസ്റ്റേൺ മ്യൂസിക്, ഹിപ്പ് ഹോപ്പ്, R&B, പോപ്പ്, ഇതെല്ലാം ധാരാളമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആ ഒരു കൾച്ചർ ചെറുപ്പം മുതലേ, വളരെ ചെറുപ്പമുണ്ട്. അപ്പോൾ ഈ ആ ഒരു കൾച്ചർ എനിക്ക് ഇൻസ്പയർഡ് ആണ്. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉള്ള ആളായതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഇൻസ്പിറേഷനും ഞാൻ എന്താണോ അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് പുറത്ത് വരുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു ടെക്നിക്കൊന്നുമില്ല, ഞാൻ ചെയ്യുന്നത് അങ്ങനെ ആവുന്നു, അത്ര തന്നെ. ജയ്, ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ എന്നുള്ള കാര്യം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് പ്രൊഡ്യൂസർ ഇത്രയും ക്രിയേറ്റീവ്ലി ഇൻവോൾവ് ആണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, അല്ല ജയ ക്രിയേറ്റീവ്ലി ഇൻവോൾവ് ആണെന്ന് എനിക്കറിയായിരുന്നു. ബട്ട് ഐ ഡിഡ്ന്റ് നോ ദാറ്റ് യു ക്യാൻ ബി കോൾഡ് ആസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ. അതൊന്ന് പറഞ്ഞു കൊടുത്തേ, ലൈക്ക് വാട്ട് എക്സാക്ട്ലി ഈസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് ആളുകൾക്ക്. ഐ ആം ദ ഗൈ ഹു മേക്സ് ദ മ്യൂസിക്. റാപ്പ് പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന മ്യൂസിക്. എന്റെ മണി മാത്രമല്ല മണി അല്ല ആക്ച്വലി. ഓക്കെ, ഐ സീ. നമ്മളിപ്പോ ഫിലിം പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ആ പ്രൊഡ്യൂസറാണ്. മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മ്യൂസിക് നിർമ്മിക്കുന്ന ആൾ, നിർമ്മാണം ആസ് ഇൻ നമ്മൾ പാട്ടിൽ കേൾക്കുന്ന ആ ട്രാക്കുകളെ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്തെടുക്കുന്ന ആൾ. ഞാനൊരു കമ്പോസറും കൂടെയാണ്. അപ്പോൾ എനിക്ക് തിരുമാലൂടെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഞങ്ങളുടെ പ്രോസസ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ചോദിച്ചില്ല ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. ഞങ്ങളൊരു പാട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് റാപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്. ലൈക്ക് ഒരു സാധാരണ മലയാളം പാട്ട് കമ്പോസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ റാപ്പും കമ്പോസ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ കാരണം ഇവർക്ക് എഴുതാനുള്ള കഴിവാണ് ഇവരുടെ. ഇപ്പൊ നമ്മളൊരു പ്ലാൻ ചെയ്യും, ഇങ്ങനത്തെ ഒരു ട്യൂണ് പോവാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫ്ലോ പോവാം എന്ന് പറയുമ്പോൾ തിരുമാലി ഓൺ ദ സ്പോട്ട് ഞാൻ ചിന്തിക്കുന്നതിനൊപ്പം തന്നെ പുള്ളി അവിടെ നിന്ന് റിയൽ ടൈമിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതന്നെ അറേഞ്ച്മെന്റ് ഞാനാണത് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു തിരു ഇവിടെ ഒരു ഓഡിയോ എഞ്ചിനീയറും കൂടെ ആണ് അല്ലേ? സോ യു ക്യാൻ ഡു യു ബ്ലെൻഡ് അങ്ങനത്തെ കാര്യങ്ങളിൽ രണ്ടുപേരും കൂടി? ഓഫ് കോഴ്സ് നിങ്ങളൊരു കപ്പിളായി മാറി. സോണിക്കലിയുള്ള ഡിസിഷൻസ് എല്ലാം ഞങ്ങൾ പാട്ടിൽ എടുക്കാറുണ്ട്. എങ്ങനെ പോകണം, എങ്ങനെ സൗണ്ട് ചെയ്യണം എന്നുള്ളതല്ല. ഓക്കെ, ഈ ഇൻഡിപെൻഡന്റ് സോങ്സ് ഇറക്കുന്നത് വളരെ ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു കാര്യമാണെന്നോ അല്ലെങ്കിൽ ഇതിന് ഭയങ്കര ചെലവുണ്ടെന്നുള്ളൊരു കാര്യം ജയ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രൊഡക്ഷൻസിന്റെ ഒന്നും ലേബലുകളുടെ ഒന്നും സപ്പോർട്ട് ഇല്ലാതെ പണ്ടൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പണ്ടത്തെ സമയത്ത് സ്ട്രഗിൾസ് കുറവായിരുന്നു ശരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ സീൻ ഭയങ്കര ചെറുതായിരുന്നു. അതായത് ഇൻഡിപെൻഡന്റ് മ്യൂസിക് യൂട്യൂബ് ഒക്കെ വരുന്നതേ ഉള്ളൂ. പിന്നെ ഒരുപാട് കൊല്ലം 2016, 17, 18 പറയുകയാണ് യൂട്യൂബ് വരുന്നുള്ളൂ. സ്പോട്ടിഫൈ ഒക്കെ വന്നിട്ടില്ല. അപ്പോൾ ആൾക്കാർ ആകെ പാട്ട് കേൾക്കുന്നത് ഇങ്ങനത്തെ 1-2 സൈറ്റുകൾ കൂടെ മാത്രമാണ്. 7 ഒക്കെ ഉണ്ടായിരുന്നു, ജിയോ 7 ഒക്കെ ഉണ്ടായിരുന്നു. സൗണ്ട് ക്ലൗഡ് കൂടെ ഒക്കെ കൂടുതൽ പാട്ട് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഓഡിയൻസേ ഉള്ളൂ. നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരിലോട്ട് അത് പെട്ടെന്ന് എത്തുമായിരുന്നു. അപ്പോൾ സീൻ വലുതാവും തോറും നമ്മൾ അത് ആൾക്കാരിലോട്ട് എത്തിക്കാനുള്ള നമ്മുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റും കൂടെ അതിനനുസരിച്ച് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹെവിലി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോങ് അല്ല, ഒരു ഭയങ്കര എമൗണ്ടിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സോങ്ങിൻ്റെ കൂടെ ഒരു സാധാരണ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിന് ഒരു പൈസയില്ലാതെ ഒരു പാട്ടിറക്കി പെട്ടെന്ന് ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആയിട്ടിറക്കി ബിക്കോസ് എല്ലാവരും കമ്പയർ ചെയ്യുന്നത് എന്തായിരിക്കും, ഇൻഡസ്ട്രിയിൽ ഏറ്റവും നമ്പർ 1 ആയി നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും. അതിൻ്റെ പുറകിൽ എത്രത്തോളം സാമ്പത്തികമായ പണിയുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ, അതിൻ്റെ നഷ്ടവും ലാഭവും. അപ്പോൾ അതുപോലെ പുതിയ ഒരാൾക്ക് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ചെയ്യുന്നവരുണ്ട്. അതെല്ലാം മാജിക്കാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു പാട്ട് തനി ഇറക്കുന്നുണ്ട്, അത് ഓർഗാനിക്കലി ഹിറ്റ് ആവുന്നുണ്ട്. സോ പാഷൻ എന്തോ ഒരു സാധനം സ്പാർക്ക് ആൾക്കാർക്ക് ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഐ മീൻ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല പാട്ടുകൾ എങ്ങനെ പോകും. ഇപ്പൊ പരിഷ്കാരിയാണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പാട്ട്.
ഓടുമെന്ന് അറിയായിരുന്നു, പക്ഷെ ഇത്രയും വലിയ ഹിറ്റ് ആവുമെന്ന് ഞങ്ങൾ നമുക്ക് അത് നമ്മുടെ കയ്യിലല്ല. പരിഷ്കാരി പോലൊരു പാട്ട് നിങ്ങളുടെ സ്പേസിലിരുന്ന് നിങ്ങൾ താളം പിടിക്കുമ്പോൾ അത് ഹിറ്റാവുന്ന നിങ്ങൾ പ്രതീക്ഷിക്കില്ലേ എന്ന് ഞാൻ ഇല്ല ഒരു ഫീലിംഗ് കിട്ടും. ചില പാട്ട് കേൾക്കുമ്പോൾ ചില സൗണ്ട്സ് ചില ലിറിക്സ് ഒക്കെ കേൾക്കുമ്പോൾ ഓക്കെ ഇത് ചിലപ്പോൾ ഓഡിയൻസിന് വർക്ക് ആയേക്കാം എന്നൊരു തോന്നൽ വരും. പക്ഷെ അത് 100% ശരിയാണെന്നൊന്നുമില്ല. പക്ഷെ എപ്പോഴും നമ്മൾ നോക്കുന്നത് നമുക്ക് വർക്ക് ആവുന്നുണ്ടോ, നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നാണ്. നമുക്കത് എൻജോയ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. പിന്നെ അതിപ്പോ ഫെയിൽ ആയാലും അതൊരു സക്സസ് ആയാലും അറ്റ്ലീസ്റ്റ് വി ആർ ഹാപ്പി. നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ടല്ലോ. ഞാൻ ആക്ച്വലി വിഷ്വലി പാട്ടുകൾ ഈ ഹിപ്പ് ഹോപ്പ് കേൾക്കുമ്പോൾ പോലും ഞാൻ ഇത് കേട്ടിരുന്ന വിഷ്വൽസ് കണ്ടുകൊണ്ടിരുന്ന ആളല്ല. ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞിട്ടാണ് വിഷ്വൽസ് ചെക്ക് ചെയ്യുന്നത്. വിഷ്വൽസ് ഒരു ഡിഫറെൻറ്റ് വേൾഡ് ആയിട്ട് ആൽബത്തിൻ്റെ വിഷ്വൽസ്, അതിൻ്റെ എസ്തറ്റിക്സ് വേറെ, ലൈക്ക് ദ വിഷ്വൽ ക്വാളിറ്റി, കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം എൻറ്റയർലി സിനിമയൊന്നും ഒന്നുമല്ല, ഈവൻ ഹോളിവുഡ് സിനിമ പോലും ഒന്നുമല്ല എന്ന് തോന്നിയൊരു സാധനം. അതേ റേഞ്ചാണ് നിങ്ങൾ ഇവിടെ മലയാളത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നോൺസെൻസിന്റെ വിഷ്വൽ ഇപ്പോൾ കണ്ടപ്പോൾ പോലും ലൈക്ക് അതിൻ്റെ സ്റ്റൈലും സ്വാഗും എവ്രിതിങ് നിങ്ങൾ ആ ബഡ്ജറ്റിലേക്ക് ഇതിനു വേണ്ടി ശരിക്കും പറഞ്ഞാൽ മലയാളികൾ ഓപ്പൺ ആവുന്നുണ്ടോ? ദ എഫർട്ട് ദാറ്റ് യു ആർ പുട്ടിങ്, ദ മണി യു ആർ ബ്രിങ്ങിങ് ഇൻ, അതിലേക്ക് അത്രയും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പീപ്പിൾ ഓപ്പണിങ് അപ്പ്. നിലവിൽ ഇപ്പോൾ പുതിയൊരു ജനറേഷൻ ഓഫ് ഓഡിയൻസ് നമ്മുടെ ഈ മ്യൂസിക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടേസ്റ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിന്റെ ഒരു ടേൺ ഓവർ ബിസിനസ് നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വലിയൊരു ബിസിനസ്സാണ് ശരിക്കും മ്യൂസിക്. ലൈക്ക് ഇതാണ് മ്യൂസിക് ഒരു ബിസിനസ്സാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമുക്കതൊരു പാഷനാണ്, കലയാണ്. പക്ഷേ ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ മ്യൂസിക് ബിസിനസ് എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ്സാണ്. ഈ പാട്ടുകളിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കാനും അറിയാമല്ലോ. ലോകത്തെ ഏറ്റവും വലിയ ആർട്ട് മൈക്കിൾ ജാക്സന്റെ ഒക്കെ നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റാത്തത്ര സീറോസ് ആണ്. അപ്പോൾ എങ്ങനെ അവർക്ക് കിട്ടുന്നു? അവരെ ജോലി പൈസയും ടൂറിങ്ങും മെർച്ചൻഡൈസ് സെല്ലിംഗ് ഒക്കെ തന്നെയാണ്. അപ്പോൾ അത്രയും വലിയൊരു ഒപ്പീനിയൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ പാട്ടിനകത്ത് വി അസോസിയേറ്റഡ് വിത്ത് സരിഗമ. സോ ഞങ്ങളുടെ ഈ വിഷൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് സരിഗമയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം നമുക്കത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാ പോലും അവർക്കാണെങ്കിലും ടേൺ ഓവർ ഉണ്ടാവണമല്ലോ. ഇതൊരു റിസ്കി ബിസിനസ് ആണ്. നമ്മൾ പ്രോഫിറ്റ് പ്രതീക്ഷയല്ല ഇറങ്ങുന്നത്. ഇതൊരു ഗാംബ്ലിംഗ് പോലത്തെ ഒരു ബിസിനസ്. അതായത് കിട്ടിയതിന്റെ 3-4 ഇരട്ടി തിരിച്ചു കിട്ടും, പോയാൽ കംപ്ലീറ്റ് പോയി എന്നുള്ള ഒരു സീനാണ്. അത് അത്രയ്ക്ക് അങ്ങനെ കോർപ്പറേറ്റ് ലെവലിലുള്ള ആൾക്കാർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ്സ് നൈസ്. അത് നിങ്ങളാണ് അതിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നത് വളരെ പ്രൗഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പണ്ടത്തെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ആദ്യത്തെ ലൈക്ക് നാടൻ വൈബൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ ട്രെൻഡിങ് ആണ്, അത് വ്യൂസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. യു വുഡ് മേഡ് മണി ഫ്രം ദാറ്റ് ഓൾസോ റൈറ്റ്? അതിനൊക്കെ മലയാളിയുടെ 2000 രൂപയ്ക്കാണോ ഉണ്ടാക്കിയത്? അങ്ങനെ ആക്ച്വലി സീറോ ബഡ്ജറ്റിലാണ് ചെയ്തത്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു 2000 രൂപ എല്ലാവരും കൂടി ചായ കുടിച്ചിട്ടുണ്ടാവില്ല, ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചതിന്റെ ചെറിയ ചിലവുണ്ടായിട്ടുള്ളൂ. അന്നൊക്കെ സീറോ ബഡ്ജറ്റിലാണ് ചെയ്തത്. അതാണ് അന്ന് സീറോ ബഡ്ജറ്റിലാണ് എല്ലാവരും ചെയ്തത്. ഇപ്പൊ നമുക്കൊരു വീഡിയോ ചെയ്യണമെങ്കിൽ എത്ര ലക്ഷം രൂപ? അതാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല ഒരു വലിയ ഹ്യൂജ് ടീമിനെ തന്നെ ആവശ്യമുണ്ട്. ടീം വേണം, 10-40-50 പേര് വേണം ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാൻ. ഞാൻ പറഞ്ഞു പണ്ട് സീൻ ചെറുതായിരുന്നപ്പോ 2000 രൂപയ്ക്ക് പണി നടക്കും. ഇപ്പൊ അതല്ല. അല്ല, അത്രയും ബിഗർ സ്കെയിലിൽ നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതകരമാകുന്നത്. ലൈക്ക് കോസ്റ്റ്യൂംസ് ഒക്കെ, ഐ വോണ്ട് ടോക്ക് അബൌട്ട് കോസ്റ്റ്യൂംസ് ഡിഫറെന്റ്ലി ഒരു ക്യാരക്ടറായിട്ട് മാറുകയാണ്. ഇന്ന് കുറച്ച് ഡൗൺ ആണ് ആക്ച്വലി, ഇത് പോരാ. കുറച്ച് നോർമൽ ആകാന്ന് വിചാരിച്ചു. ജയനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ജയ എപ്പോഴും വളരെ മാന്യന, ഒരു പൈസ മാത്രം മുടക്കുന്ന ഒരാളെ പോലെ നോർമലി നോക്കിയപ്പോഴത്തേക്ക് വിഷ്വൽസ് ഇരിക്കുന്ന കണ്ടു. അപ്പൊ 2000 രൂപയ്ക്ക് ഇറക്കിയ വീഡിയോ ഇന്ന് മലയാളികൾ മുഴുവൻ ഏറ്റെടുത്തു. ഇപ്പം ലക്ഷങ്ങളാണോ, ലക്ഷങ്ങളല്ലേ ഉള്ളൂ, കോടികളുണ്ടാവില്ല. അത്ര ഉടനെ എത്തും തോന്നുന്നു. കാരണം AI യുടെ വളർച്ച പോലെയാണ് നിങ്ങളുടെ വളർച്ച. റേറ്റിങ്ങിന് നോക്കുമ്പോഴേ ഏതാണ് സാറ്റിസ്ഫാക്ടറി? ലൈക്ക് മലയാളിയുടെ ഒരു വരവാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോഴാണ് സാറ്റിസ്ഫാക്ടറി. നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ ഒരു പ്രോഡക്റ്റ് ഇറക്കാൻ പറ്റുന്നത് ഇപ്പോഴാണ്. പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ക്രാഫ്റ്റ് ഇറക്കാൻ പറ്റുന്നത് നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്കെയിലും നമ്മളൊരു വിഷൻ കൊണ്ടുവരാൻ പറ്റുന്നത് ഇപ്പോഴാണ്. അന്ന് നമ്മുടെ പരിമിതമായ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ചെയ്തതാണ്. മലയാളിയുടെയൊക്കെ വേണമെങ്കിൽ ഇന്ന് എനിക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി വലിയ ബിഗ് സ്കെയിലിൽ അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ അന്നത് മതിയായിരുന്നു. അത്രയും ചിന്തിക്കാൻ പറ്റുള്ളായിരുന്നു. ഇവിടെ ഭയങ്കര റിസ്കി ആയി പോകും. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സക്സസ് റേറ്റ് സ്ലോ ആയി പോയത് കൊണ്ടായിരിക്കാം അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നാത്തല്ലേ. ഓക്കെ, നോൺസെൻസിന്റെ കുറച്ച് വരി കേട്ടാലോ? ഷുവർ. നമുക്ക് ഫസ്റ്റ് വേഴ്സ് കേൾക്കാം. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും മോനെ പഠിക്ക്, നല്ല നാളെ ഇല്ല ഇന്ന് നിന്റെ ശവ മടക്ക്, കണ്ണിൽ കണ്ടതൊക്കെ വലിച്ച് കേട്ടിട്ട് രക്തം ചുമച്ചു ഛർദ്ദിച്ചാൽ നിന്നെ കാര്യം നൽകും മതിപ്പ്, രക്തം ഛർദ്ദിച്ചാൽ നീ രക്തസാക്ഷിയാവില്ല, മദ്യം വർജിച്ചാൽ നീ മദ്യപാനിയാകില്ല, നീ ഒന്ന് ശ്രദ്ധിച്ചാൽ നീ നിത്യരോഗിയാകില്ല, നിവർത്തിക്കെട്ട കാലം വരും ആരും കൂടെ കാണില്ല, എന്തിനാ ബ്രോ നീ ടെൻഷൻ അടിക്കുന്ന, എന്തിനാ ബ്രോ നീ ഹൈപ്പർ ആകുന്ന, എന്തിനാ ബ്രോ
കുട്ടി 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 കുട്ടിക്കുന്ന എന്തിനാ ബ്രോ വലിക്കുന്ന അതാണ് നോൺസെൻസ്. ചെറിയൊരു പാട്ടാണ്. സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഇത്രയും എനർജിയും ആ ഇൻസ്പിറേഷനും ഒക്കെ എവിടെ നിന്നാണ്? യു എൻജോയ് ആ പ്രോസസ് അല്ലേ? പിന്നെ ഓഫ് കോഴ്സ് സ്റ്റേജിൽ നമ്മൾ നിൽക്കുമ്പം കൂടുതലും ഓഡിയൻസിൽ നിന്നുള്ള റിയാക്ഷനാണ് നമുക്ക് എനർജി തരുന്നത്. ഓഡിയൻസ് എത്ര നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു അത്ര എനർജറ്റിക് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്, നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി ഫീൽ കിട്ടും സ്റ്റേജിൽ നിൽക്കുമ്പോൾ, നല്ല ക്രൗഡൊക്കെ ആണെങ്കിൽ. നോൺസെൻസ് ഇതുവരെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, ഉടനെ അടുത്ത പരിപാടിക്ക് തന്നെ ചെയ്യണം. എനിക്ക് തോന്നുന്നു സിനിമാ താരങ്ങൾക്കില്ല ഇത്രയും ഒരു ഹൈപ്പ്. നിങ്ങൾ ക്യാരി ചെയ്യുന്ന ഒരു സ്വാഗും ആ ഒരു ഓറ എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്. സിനിമാ താരങ്ങൾ അവർ സ്റ്റാർഡം വളരെ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത് ഡേ ടേക്ക് ഇയേഴ്സ്. ഈവൻ ഒരു വലിയ സ്റ്റാറിന്റെ മകനാണെങ്കിൽ പോലും യു ഹാവ് നോ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരിടത്തൊന്നും. എന്നിട്ട് ഇത്രയും ഹൗ ഡു യു ഫീൽ ദാറ്റ്? അത് ശരിക്കും ഈ ബില്ലി ഐലിഷ് ഒക്കെ വന്ന് തൊട്ട് പറയാൻ്റെ ക്രിയേറ്റീവ് പ്രോസസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൊടുക്കുന്ന ഒരു ലൈക്ക് ദറ്റ് സോസ്, ആ സോസാണ് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. രണ്ടുപേരോടുള്ള ചോദ്യമാണ് അത്. ഹൗ ഡു യു ഫീൽ അതിനെ ആൾക്കാർ ഇങ്ങനെ ഭ്രാന്തമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ? എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മൾ ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കും, നമ്മുടെ ഉള്ളിലുള്ള ഒരു സന്ദേശമായിരിക്കും. ഇപ്പോൾ തിരുമാലി എന്ന ആർട്ടിസ്റ്റിൽ നിന്ന് അവർക്ക് എന്താണോ മനസ്സിലാകുന്നത്, ഒരു പക്ഷേ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു സിനിമയിൽ കുറെ കൂടി ഫിക്ഷണൽ അല്ലേ ക്യാരക്ടേഴ്സ്, അതായിരിക്കും. പക്ഷെ നമ്മളോട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ലിറിക്സിലൂടെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വരുന്നത്, അതായിരിക്കാം. നിങ്ങൾ ശരിക്കും ലൈഫിലാണെങ്കിൽ വളരെ ഒത്തന്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ? നോ, എവ്രിബഡി ലൈക്ക് ആൾക്കാർ ഒത്തന്റിക് ആയിരിക്കണം, അങ്ങനെയാണ്. പക്ഷെ നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ആൾക്കാർ പീപ്പിൾ ആർ ഫേക്ക്, സോ മെനി ഓഫ് ദം. അല്ലെങ്കിൽ അവരുടെ ഒരു ലെവലും ഒക്കെ. പക്ഷെ നിങ്ങൾ ഈ കോർ ലെവലിൽ വളരെ ഒത്തന്റിക് ആയതുകൊണ്ടാണ് ലൈക്ക് യു ക്രിയേറ്റ് ചെയ്യുന്ന സാധനം ഇത്രയും ഒതന്റിക് ആയാൽ മാത്രമേ ശരിക്കും ആൾക്കാരിലോട്ട് നമുക്കത് എത്തിക്കാനും പറ്റുള്ളൂ. നമുക്ക് എപ്പോഴും ഒരു ഫേക്ക് പെർസോണ ആയിട്ട് നമുക്കൊരു ആർട്ടിസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും, പോകുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് നാൾ അതിൽ നിൽക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പൊ ജയ് സ്റ്റെല്ലാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആൾക്കാർക്ക് അറിയാം, തിരുമാലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, എക്സ് ഓർ വൈ. വേറെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു സാധനമുണ്ട്, അത് തന്നെയാണ് ആൾക്കാർക്ക് അതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അതാണ് നമ്മുടെ റൈറ്റിങ്ങിലായാലും മ്യൂസിക്കിലായാലും നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ആൾക്കാരിലോട്ട് അതുപോലെ തന്നെ എത്തിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കും. എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. അതാണ് സംഭവം. നിങ്ങളുടെ പേര് വെറൈറ്റിയാണ്. ഒരു തിരുമാലിയും ഒരു ജെ സ്റ്റെല്ലാർ, ഒരു ഹോളിവുഡ് സ്റ്റൈലൊക്കെ പോലെ. തിരുമാലി ഈസ് ആക്ച്വലി നാടൻ പക്ഷെ വെറൈറ്റി നാടൻ. എങ്ങനെ നിങ്ങളുടെ പേരുകളിലേക്ക് എത്തിക്കണം? അത് പറയണമെങ്കിൽ നമ്മുടെ ഒറിജിനൽ പേര് നമ്മൾ ഐ നോ യുവർ ഒറിജിനൽ നെയിം. തിരു എപ്പോഴും അങ്ങനെ പറയും, സങ്കടം തോന്നിയിട്ടില്ല. തിരുമാലി വിഷ്ണു യു ഡോണ്ട് കോൾ ഹിം വിഷ്ണു, എന്നാലും ഹീ ഓൺലി കോൾ യു ജയസൂര്യ. ചാനലിരിക്കുമ്പോ തോന്നിയിട്ടില്ല ഇത്ര കഷ്ടപ്പെട്ട് ജയ് സ്റ്റെല്ലാർ എന്നൊക്കെ ഇട്ടിട്ട് അങ്ങനെ വിളിക്കാന്നുള്ളതാണ്. ഓക്കെ. പിന്നെ തിരുമാലി എന്നുള്ള പേര് വന്നിട്ട് ഒരു റാപ്പറിനെയും, മലയാളം റാപ്പറാണല്ലോ ഞാൻ, മലയാളത്തിലെ റാപ്പേഴ്സ് ഇല്ല ഞങ്ങൾ വരുമ്പോൾ. അപ്പോൾ ഞാൻ മലയാളം റാപ്പറായിട്ട് ഞാൻ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം എന്നെ. അപ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും ബെറ്റർ ഒരു മലയാള തനിമയുള്ള പേര് തന്നെ ഇടാം. ഒരുപാട് ഇംഗ്ലീഷ് ഒന്നും പിടിക്കാതെ ഒരു മലയാള തനിമയുള്ള ഒരു നാടൻ റാപ്പർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ കള്ളത്തിരുമാലി എന്നുള്ള വേർഡിന്റെ അന്ന് ആ തിരുമാലിനെ എടുത്തു. അത്ര തന്നെ. ശരിക്കും കള്ളത്തിരുമാലിയായിരുന്നു. ആ ഒരു ക്യാരക്ടറിന് ആ ഒരു സ്വഭാവം ഉണ്ട്. എൻ്റെ ഒരു മനസ്സിലുള്ള തിരുമാലി എന്ന ക്യാരക്ടറിന് ആ ഒരു ഷെയ്ഡുണ്ട്. എൻ്റെ പേര് ആക്ച്വലി ഞാൻ ആർട്ടിസ്റ്റൊക്കെ ആവുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പേര് തീരുമാനിച്ചാണ്. പണ്ട് ആർട്ടിസ്റ്റുകളുടെ പുറത്തെ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകളുടെ പേര് കേൾക്കുമ്പോൾ അന്ന് പാട്ടൊന്നും ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. പാട്ട് കേൾക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എന്തെങ്കിലും എൻ്റെ പേര് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേര് ജയസൂര്യ എന്നാണ്. അപ്പോൾ സിനിമാ നടനുണ്ട് ജയസൂര്യ, എസ് ജെ സൂര്യ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ പേര് ക്ലാഷ് ആവുമെന്ന് എന്തായാലും അറിയാം. അപ്പോൾ ജയസൂര്യയുടെ ജെ എടുത്തു, സൂര്യന് പകരം സ്റ്റെല്ലാർ ആക്കി. അങ്ങനെയാണ് ഞാൻ ജയ് സ്റ്റെല്ലാർ ആയത്. സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു. പാട്ടൊക്കെ അതിനുശേഷമാണ് ചെയ്തത്. അല്ല, ആദ്യം ജയ് കിട്ടി എനിക്ക്. ശരിക്കും ഇങ്ങനെയാണ്, ജയ് കിട്ടി. അടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം നോക്കിയപ്പോൾ ജയ് ഷോൺ, വേറെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ജയിൽ തുടങ്ങുന്നത്. എനിക്ക് +2 ഒക്കെ പഠിച്ചപ്പോഴാണെന്ന് തോന്നുന്നത്. അപ്പം എന്തുകൊണ്ട് നമുക്ക് സ്റ്റാർ സ്റ്റെല്ലാറിന് ഇട്ടൂടെ സൂര്യൻ. തമിഴ് ഇൻഡസ്ട്രിയിലെ റാപ്പിംഗ് വല്ലതും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇൻസ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? ലൈക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ ഇങ്ങനെ ചിന്തിക്കാൻ മലയാളത്തിന്? ഓഫ് കോഴ്സ് തമിഴിലെ റാപ്പ് ഇൻഡസ്ട്രി മാത്രമല്ല,
തമിഴ് മൂവി ടോളിവുഡ് ഇൻഡസ്ട്രി തന്നെ തമിഴ് മ്യൂസിക് തന്നെ വളരെ ഇൻസ്പിറേഷനാണ്. പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ ലോഗി ബി, നക്ഷത്ര, അങ്ങനെ ഇപ്പം നിലവിൽ അറിവ്, അസൽ കോളാർ, ഇങ്ങനെ കുറേ തമിഴ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരുടെ വർക്കൊക്കെ ഭയങ്കര തമിഴ് ഒന്നും കൂടി കുറച്ചും കൂടി നല്ലതായിട്ട് ഇവർക്ക് റാപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ലാംഗ്വേജാണ്. അപ്പോൾ അത് ലാംഗ്വേജ് ഇങ്ങനെ റാപ്പിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നാറുണ്ട് അതിനോട്. എനിക്കൊന്ന് സിനിമകളിലൊക്കെ പണ്ട് തന്നെ നമ്മളൊക്കെ കുട്ടിയായിരുന്നപ്പോൾ അതായത് 2005, 2004 ആ സമയത്ത് തന്നെ തമിഴ് സിനിമകളിൽ റാപ്പ് ഉണ്ട്. മലയാള സിനിമയിൽ റാപ്പ് വന്നിട്ട് പണ്ടും ഉണ്ട്, പക്ഷെ ആർട്ടിസ്റ്റുകളായിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എന്നെ ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ട്. കുരുവി എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ വിജയുടെ, അതിനകത്ത് കുരുവി കുരുവി അടിച്ചാൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിനകത്ത് യോഗി ഉപയൊക്കെ വന്നിട്ട്, അപ്പൊ ഞാൻ അതിന്റെ ലിറിക്സ് ഒക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ, അന്ന് പാട്ട് ഇഷ്ടമാണല്ലോ, നമുക്കറിയില്ല. അന്ന് റേഡിയോയിലൊക്കെ ആയിരിക്കും ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ മറ്റേ വാക്ക്മാനിലൊക്കെ കണക്ട് ചെയ്തിട്ട് ഞാൻ തന്നെ എൻ്റെ ഒരു വെർഷൻ ഇങ്ങനെ എഴുതും അതിനകത്ത്. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ പാടി നോക്കുമായിരുന്നു ഇത് എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട്. സോ ആ ഫിലിം മ്യൂസിക് ഒരുപാട് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആക്കിയിട്ടുള്ളത്, നിങ്ങൾ ആർട്ടിസ്റ്റുകൾ തമ്മിൽ യു ഗൈസ് ആർ വെരി ഓപ്പൺ. വേറെ ഒരു ഇൻഡസ്ട്രിയിലും ഞാനത് കണ്ടിട്ടില്ല. നിങ്ങൾ യു കൊലാബറേറ്റ്, യു മേക്ക് അത് വെസ്റ്റേണിലും ഉണ്ട്. അങ്ങനെ ആർട്ടിസ്റ്റുകൾ തമ്മിൽ കൊലാബറേറ്റ് ചെയ്യും. നിങ്ങൾ സ്റ്റേജിൽ ഇപ്പം ഞാൻ വേറൊരു ആർട്ട് ഫെജോനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി വെരി ഹാപ്പി. ഫെജോ ഇപ്പം ആ മറ്റേ ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒന്നും പറയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മടിയുമില്ല ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ, എൻ്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ, എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് സംസാരിക്കാൻ ഒന്നും നിങ്ങൾക്കൊരു മടിയില്ല. ആർ യു ഗൈസ് റിയലി കോമ്പറ്റേറ്റീവ് ഇൻ ബിറ്റ്വീൻ ഓർ ഇങ്ങനെയാണോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്? റാപ്പ് ഗെയിം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ലോകത്ത് മൊത്തം. പക്ഷേ കോമ്പറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അത് ലൈക്ക് ഇപ്പം നമ്മൾ വേറൊരു ഇൻഡസ്ട്രിയിലെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് നിങ്ങളെക്കാളും ബെറ്റർ ആണ് അറിയാലോ, വേറൊരു ഈഗോ വേറൊരു രീതിയിലാണ് വർക്ക് ആവുന്നത്. ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, പക്ഷെ ഇവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് റൈറ്റ് ചെയ്യുക അയാളെക്കാൾ. ഇതിനകത്ത് കുറേ സ്കിൽസ് ഉണ്ട് റാപ്പ് മ്യൂസിക്കിനകത്ത്, റൈറ്റിംഗ് ആണെങ്കിലും റൈം ആണെങ്കിലും. അപ്പോൾ ടെക്നിക്സ് പരമായിട്ടാണ് ഇവിടെ കൂടുതലും ഇവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ പോകുന്നത്. അതായത് എനിക്ക് കുറച്ചും കൂടെ അങ്ങനത്തെ പാട്ട് ചെയ്യാം, ഇങ്ങനത്തെ പാട്ട് ചെയ്യാം. ബട്ട് ഇവരെല്ലാവരും ഒരേ സമയത്ത് വന്നത് കൊണ്ട് നമ്മളെല്ലാവരും ഭയങ്കര ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി പോലെയാണ് എല്ലാവരും. കാരണം എല്ലാവരും മെയിൻ സ്ട്രീമിൽ ഇപ്പം നിൽക്കുന്ന ആൾക്കാരെല്ലാം ഒരു 10 കൊല്ലം മുമ്പ് തുടങ്ങിയവരാണ്. നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു സമയത്ത്. അതുകൊണ്ടാണ് എല്ലാവരും നമുക്ക് ഇത്ര വളരെ നന്നായിട്ട് അറിയാവുന്നത്. മറ്റേ പോയിന്റ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പം നോൺസെൻസ് നിങ്ങൾ ഇറക്കാൻ പോവാണ്. എനി പാർട്ട് ഓഫ് ദാറ്റ് മ്യൂസിക് അല്ലെങ്കിൽ എന്താ ഇപ്പം പറഞ്ഞില്ലേ പല ടെക്നിക്കുണ്ട്, എന്തെങ്കിലും നിങ്ങൾ ഒരു സസ്പെൻസ് പോലെ നിങ്ങൾ കീപ്പ് ചെയ്യോ? ലൈക്ക് വേറൊരു ആർട്ടിസ്റ്റിനോട് പറയാതെ ദിസ് ഇസ് ദ കൈൻഡ് ആ ടെക്നിക്കാണ് നിങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കീപ്പ് ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ട്. നോൺസെൻസ് എന്ന പാട്ടിലധികം നമ്മൾ അങ്ങനെ, അത് കുറച്ച് അവയർനെസ് സോങ് ആണ്, സിമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷെ റീസെന്റ് സാമ്പാർ പോലുള്ള പാട്ടിലൊക്കെ കുറച്ച് ഡബിൾ ഓൺട്രോൺട്രസ്, ഡബിൾ മീനിങ് ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നോൺസെൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മെറ്റഫോറാണ്, കിളിയെ കൊണ്ടുവരാ, കിളിയെ ശരിയാക്കുക എന്നുള്ള സംഭവം. അത് അത്ര അതിനകത്ത് വന്നിട്ടുള്ളൂ. പക്ഷെ ട്രാക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ കീപ്പ് ചെയ്യാറുണ്ട്, മെസ്സേജ് എന്ന് പറയുന്ന സംഭവം കാണും. ഐ എം റിയലി ഹാപ്പി, ഐ എം വെരി സർപ്രൈസ്ഡ് ആക്ച്വലി. നിങ്ങൾക്കത് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്, നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളൊരു കാര്യം. ഞാനൊരു വളരെ ജനറൽ ആയിട്ടുള്ള ഉത്തരവാണ് പ്രതീക്ഷിച്ചത്. നോ വി ഗൈസ് ആർ ഓപ്പൺ, ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ള രീതി. ബട്ട് അതാണ് ഒത്തന്റിക് എനർജിയുടെ ഒരു എന്താ പറയുക, ഒത്തന്റിസിറ്റി ഇസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയും.